ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മജു ആൻഡ് വെൽക്കം ടു മൈ ലൂറിക്ക. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫ്രൂട്ട്സ് ഓഫ് എവല്യൂഷൻ എപ്പിസോഡ് 12. മുമ്പത്തെ എപ്പിസോഡെല്ലാം പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് അവിടെ പോയിരുന്ന് കാണാം. ആൻഡ് നമുക്ക് കഥയിലേക്ക് പോയാലോ. കഥയുടെ തുടക്കത്തിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എത്ര പേരുണ്ട്, അതും അവരെല്ലാം ബോസ് ലെവൽ മോൺസ്റ്റേഴ്സ് ആണ്. ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. താഴെ എല്ലാവരും യുദ്ധം ചെയ്ത് മോൺസ്റ്റേഴ്സിനെ കൊന്നാലും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. എന്റെ സേജി, ഇതിനെ നിയന്ത്രിക്കാൻ ഇനി ഇവരെ കൊണ്ട് സാധിക്കില്ല. ഈ സ്പെൽ ഉണ്ടാക്കിയേ മതിയാവും. ബട്ട് ഇതിനെ കൊല്ലാനൊന്നും എനിക്ക് പുതിയ സ്പെൽ അറിയില്ല. ആലോചിക്ക് സേജി, ആലോചിക്ക്. ഐഡിയ. സേജി, എന്തോ പറ്റി? എന്റെ അൾട്ടിമേറ്റ് മാജിക് ഉപയോഗിച്ച് നമുക്ക് ഇവരെല്ലാം ഇല്ലാതാക്കാം. എന്നാ ഇപ്പൊ തന്നെ സ്പെൽ ഉപയോഗിക്ക്. അൾട്ടിമേറ്റ് മാജിക്കിന് മാത്രമേ ഇത്രയും മോൺസ്റ്റേഴ്സിനെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ സാധിക്കൂ. എന്നാൽ ശരിയായ ജഡ്ജ്മെന്റ് കൂടെ ചേർക്കണം. ഗോഡ് ജഡ്ജ്മെന്റ്. സേജി, നിന്നെ കൊണ്ട് സാധിക്കും. ഗോഡ് ജഡ്ജ്മെന്റ് എന്നും പറഞ്ഞ് വലിയ സ്പെൽ ഉണ്ടാകുന്നതും ഒന്നും നടന്നില്ല. ഇത് കണ്ട സേജി താഴെ ഇരുന്ന് ഇതെന്താ ഒന്നും വർക്കാവാത്ത. പെട്ടെന്നെല്ലാവരും ആകാശത്തേക്ക് നോക്കുന്നതും ആകാശത്തൊരു വലിയ ശില്പം. ജഡ്ജ്മെന്റ്. പിന്നൊന്നും പറയണ്ടല്ലോ, എല്ലാത്തിൻ്റെയും കഥ തീർന്നു. കമ്പ്യൂട്ടർ സ്കിൽ മാജിക് ക്രിയേഷൻ ആക്ടിവേറ്റഡ്. ഇത് കണ്ട സേജി, മാജിക് ഗോഡ് ജഡ്ജ്മെന്റ് ക്രിയേറ്റഡ്. എന്ത് ഇത്? ഞാൻ വിചാരിച്ച പോലെ തന്നെ ഏറ്റവും മോശമായവരെ മാത്രമേ ഇത് അറ്റാക്ക് ചെയ്യൂ. അതും പറഞ്ഞ് താഴേക്ക് നോക്കിയതും ഇവർ രണ്ടുപേരെ അറ്റാക്ക് ചെയ്തേക്കുന്നു. ഇത് നല്ല രസമുണ്ട്, എനിക്കിനിയും വേണം. എനിക്കും ഈ സ്പെൽ അത്രയും മോശമായവരെ മാത്രം അറ്റാക്ക് ചെയ്യൂ. ഇവരൊക്കെ അത്രയും മോശം ആളുകളാണോ? എനിക്കിനിയും വേണം. അല്ല, ഇവര് മോശം ടീംസാണ്. അറ്റ് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു. പുകയൊക്കെ പോയ ശേഷം എവിടെ ഉണ്ടായ മോൺസ്റ്റേഴ്സ് ഒക്കെ ഇവിടെ. സേച്ചിയുടെ ഒരു അറ്റാക്കിൽ എല്ലാ മോൺസ്റ്റേഴ്സും ഇല്ലാതായ. പിന്നെ എന്റെ മാസ്റ്റർ ആരാണെന്ന് വെച്ചിട്ടാ? നമ്മൾ ജയിച്ചേ. അതേസമയം ഡീമൺ കോട്ടയിൽ എന്താ അവിടെ സംഭവിക്കുന്നത്? ആരാ ഇവരെല്ലാം ഇല്ലാതാക്കിയത്? പെട്ടെന്ന് സേജിയുടെ ആ സ്പെൽ ഇവിടെയും വന്നു. എന്റെ തലയിലിടി. സേജി, അപ്പോൾ നീ കമ്പ്യൂട്ടർ നിങ്ങൾ ലെവലപ്പ് ആയിരിക്കുന്നു. വേണ്ട വേണ്ട, ഇപ്പൊ വേണ്ട. ലെവലപ്പ് ആവുന്നു, ലെവലപ്പ് ആവുന്നു, ലെവലപ്പ് ആവുന്നു. സേജി, നിനക്കൊന്നുമില്ലല്ലോ. സേജി, നിങ്ങളുടെ കയ്യിലെ അൾട്ടിമേറ്റ് സ്കിൽ വന്നിരിക്കുന്നു. പഴയ സ്കിൽ പുതിയ സ്കില്ലാക്കി മാറ്റാൻ എനിക്ക് പുതിയ സ്കിൽ ലഭിച്ചിരിക്കുന്നു. പറഞ്ഞാൽ ഞാനിപ്പോൾ അപ്ഗ്രേഡ് ആയിരിക്കുന്നു എന്ന് കമ്പ്യൂട്ടർ വോയിസ് പറയുന്നു. എന്തോന്ന്? സേജി, നീ വളരെ നല്ല കാര്യമാണ് ചെയ്തത്. നീ ചെയ്ത കാര്യം വളരെ വലുതാണ്. ശരി, ഞാൻ വാറിൽ സംഭവിച്ച ഡാമേജുകൾ എന്താണെന്ന് നോക്കിയിട്ട് വരാം. അതിനുശേഷം നമുക്ക് ഒരുമിച്ചിരിക്കാം. ഇവര് മാറില്ല. സേജി, എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. സേജി, ഇപ്പൊ ഉപയോഗിച്ച സ്പെൽ എന്താണ്? സത്യം പറ, നീ നിന്റെ സ്റ്റാറ്റസ് ചേഞ്ച് ആക്കി വെച്ചേക്കല്ലേ? എങ്ങനെയും പറയാം. സേജി, പ്രോമിസ് ചെയ്തത് മറന്നിട്ടില്ലല്ലോ. നീ ചെയ്തത് സാധാരണ കാര്യമല്ല. സേജി, എനിക്ക് അങ്ങനെ ചെയ്തു. എന്ത്? സേജി, ഞാൻ പറഞ്ഞു വന്നത് അതല്ല. നീ എൻ്റെ അക്കാഡമിയിൽ ടീച്ചറായിട്ട് വരുന്നു. എന്ത്? അതേസമയം അക്കാഡമിയിൽ ആരും തന്നെ ഇവരെ പരിഗണിക്കുന്നില്ല. എന്താണെന്നറിയില്ല, ആരും തന്നെ നമ്മളോട് ചേരുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്കെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അതേതാ പെൺകുട്ടി? അതേസമയം ഇവിടെ ഞാനെന്തിനാ ടീച്ചറാവുന്നത്? അതെന്തെന്നാൽ ആ മോൺസ്റ്റേഴ്സിനെ നശിപ്പിക്കാൻ ഉപയോഗിച്ച മാജിക് നിന്റെ സ്വന്തമല്ലേ? അത് എത്ര പവർഫുൾ ആണെന്നോ? ഒരു മാസ്റ്റർ പീസ് ആണത്. സത്യം പറഞ്ഞാൽ നീ എന്നേക്കാൾ പവർഫുൾ ആണ്. മതി മതി, ഇത്രയും മതി. സൂപ്പർ സേജി. എന്റെ കൺമുന്നിലുള്ള ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ വെറുതെ വിടില്ല. നീ ഉപയോഗിച്ച സ്പെൽ എനിക്കും അത് പറഞ്ഞു തായു. നിങ്ങളെന്താ പറഞ്ഞു എന്നത് വ്യക്തമായിട്ട് പറയും. നീ എൻ്റെ അക്കാഡമിയിൽ ടീച്ചറായിട്ട് വരണം. അത് ആലോചിച്ചിട്ട് പറയണം. എന്തെന്നാൽ ഞാൻ ലൂവിന് പ്രോമിസ് കൊടുത്തിട്ടുണ്ട്, അവൾ വരുന്നതുവരെ ഈ കൊട്ടാരം ഞാൻ സംരക്ഷിക്കുമെന്ന്. ഓ, അങ്ങനെയാണോ? അത് മാത്രമല്ല, എന്റെ കൂടെയുള്ളവരെ വിട്ടിട്ട് ഞാൻ എവിടേക്കും വരില്ല. ഓ, അതാണോ നിന്റെ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ ചെറിയ നിന്റെ സ്റ്റുഡൻ്റായും ആറ്റോറിയെ ടീച്ചറായും ഇവളെ ഒരു സ്റ്റുഡൻ്റായും പിന്നെ ഈ ചെറിയ കുട്ടിയെ ഇവളെ നിന്റെ അസിസ്റ്റന്റ് ആക്കുക. ഇത് കേട്ട ചേച്ചി, ഇതെല്ലാം നടക്കുമെങ്കിൽ ഞാൻ തീർച്ചയായും വരാം. ഞങ്ങൾക്ക് ഓക്കെ, നീയുള്ളിടത്ത് ഞങ്ങളും ഉണ്ടാവും. അപ്പോൾ ഓക്കെ. ലു വന്നതിന് ശേഷം എല്ലാവർക്കും ഒരുമിച്ച് പോവാം. ഇപ്പോഴാണ് നിങ്ങൾ എൻ്റെ വഴിക്ക് വരുന്നത്. ഇത് കേട്ട എല്ലാവരും ഹാപ്പി ആയാലും സേച്ചി മാത്രം. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല വീണ്ടും സ്കൂൾ ലൈഫിൽ പോകുമെന്ന്. ഇതിനുശേഷം മാസ്റ്റർ പറഞ്ഞതുപോലെ നമ്മൾ രണ്ടുപേരും മാത്രം കഴിക്കാൻ വന്നിരിക്കുന്നത്. ഏ ലൂസിയെ വരാൻ ടൈം എടുക്കും. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ ഓരോരുത്തരുമായി ടൈം ചെലവഴിക്കാൻ തീരുമാനിച്ചു, എല്ലാവരുടെയും സമ്മതത്തോടെ. സോറി അറ്റോറിയ, കുറച്ച് ലേറ്റായി. ഇവളെന്താ ഇത്രയും ഭംഗിയിൽ? അതിനുശേഷം അവർ രണ്ടുപേരും അവിടെ ചുറ്റിക്കറങ്ങി. സേച്ചിയുടെ അവസ്ഥയാണ് കാണേണ്ടത്. പാവം പയ്യൻ. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. ഇന്ന് ഞാൻ കൊണ്ടുപോകുന്നെന്നും പറഞ്ഞ് സേച്ചി പറയുന്നതും, സേച്ചി ഇന്ന് ഇവളും നമ്മുടെ ഒപ്പം വന്നോണ്ടേ? എന്തുപറ്റി? എന്നാൽ ഇവൾ ലാസ്റ്റ് ഉള്ളത് എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് രണ്ടുപേരും വരുന്നുണ്ട്. നിനക്കൊക്കെ ആണെങ്കിൽ എനിക്കും ഓക്കെ. അതിനുശേഷം പട്ടണത്തിൽ ഇങ്ങനെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സേജി, എൻ്റെ കൈ പിടിച്ച് നടക്കാൻ പറ്റുമോ? പിന്നെന്താ? അതിനുശേഷം അവിടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സേജി,
സെറിയ, കുറേ കാര്യങ്ങൾ നടന്നിരിക്കുന്നു. ആ സെയിച്ചി, താങ്ക് യു സെറിയ, എന്നെപ്പോലെ ഒരാളെ പ്രണയിച്ചതിന്. എന്തെന്നാൽ ഞാനും നിന്നെ പ്രണയിക്കുന്നു. സെയിച്ചി, നീ ഇതിനെ അവളെ കരയിപ്പിച്ചത്? സെയിച്ചി വളരെ മോശമായവനാണ്. ഇതങ്ങനെയല്ല, ഞങ്ങളെ വിശ്വസിക്കില്ല. വായോ, ഞങ്ങളൊപ്പം കളിക്കാം. അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നോയ്സ് വരുന്നു. ഓ, ഡ്രോയിങ് മത്സരം അവസാനിച്ചു. സമ്മാനം കൊടുക്കാൻ പോവാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെ, ഇതാ ഡ്രോയിങ് മത്സരത്തിന്റെ സമ്മാനം നൽകാൻ പോവുകയാണ്. എല്ലാവരും വന്നില്ലേ? എല്ലാവരും വന്നിട്ടുണ്ട്. ആരാ ജയിക്കാൻ പോകുന്നത്? ഇതാ നിങ്ങൾക്കായി ആദ്യ ഡ്രോയിങ്. ഇത് വരച്ചത് ക്ലൈൻബർഗർ. ഓ, ഇവനെ ഇപ്പോഴാണ് ഓർമ്മ വന്നത്. എല്ലാവരും ഇവിടെ നോക്ക്, എന്റെ ക്രിയേഷൻ. ഇതെന്താ കുറെ കളറ് മാത്രമേ ഉള്ളൂ? സെയിച്ചി, അവള് നന്നായി വരച്ചിട്ടുണ്ടാവല്ലേ? ചെറിയ അത് നോക്കിയതും എനിക്ക് സൂര്യനായിട്ടാണ് കാണുന്നത്. എനിക്ക് ആപ്പിള് പോലെ ആയിട്ടാണ് തോന്നുന്നത്. നീ ഒരിക്കലും മാറില്ല. സത്യം പറഞ്ഞാ ഇത് ഞാൻ എൻ്റെ മനസ്സറിഞ്ഞു വരച്ചതാണ്. ഈ തീപ്പെട്ടികൊള്ളിയിലെ തീപ്പരി പോലെയാണ്. ഇവൻ കുറച്ച് ഓവറാവുന്ന പോലെയുണ്ട്. അടുത്ത മത്സരാർത്ഥി നമ്മുടെ മേ. ഇത് ഇത് ഞാൻ വരച്ചത്. ഡ്രോയിങ് കണ്ട് പെട്ടെന്ന് സെയിച്ചിക്ക് ഷോക്കായി. വാവ്, സൂപ്പർ. നോക്കിയാൽ വരച്ചേക്കുന്നത് സെയിച്ചയാണ്. വാവ്, ഇത് കാണാൻ ഹീറോനെ പോലെയുണ്ട്. ഇത് അവനല്ലേ? ഞാനല്ല. സത്യം പറഞ്ഞാൽ ഇത് എന്നെ ഡ്രോയിങ് മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ പ്രോത്സാഹനം നൽകിയ വ്യക്തിക്ക് വേണ്ടി ഞാൻ വരച്ചതാണ്. എനിക്ക് അവൾ ഹീറോ ആണ്. അദ്ദേഹമാണ് എന്നോട് എന്തു വന്നാലും എതിർത്ത് നിൽക്കാൻ പറഞ്ഞത്. അത് ഞാനൊരു പഞ്ചിന് പറഞ്ഞതാണ്. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ഫസ്റ്റ് വിന്നറിനെ കണ്ടെത്തിയിരിക്കുന്നു. അതിനുശേഷം ഫസ്റ്റ് പ്രൈസ് കിട്ടിയല്ലോ, കൺഗ്രാറ്റുലേഷൻ സാർ. സാറിനോടാണ് നന്ദി പറയേണ്ടത്. അതൊന്നും വേണ്ട. അതുകൂടാതെ എനിക്കൊരു ചാൻസും കൂടി കിട്ടിയിട്ടുണ്ട്. ഡ്രോയിങ് ഇങ്ങനെ വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞു തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് സന്തോഷമായുള്ള വിഷയമല്ലേ? അപ്പോൾ സന്തോഷത്തോടെ വേണ്ട പറയാൻ. എന്നാലും ഇവിടം വിട്ടു പോകുമ്പോൾ എനിക്ക് എല്ലാവരെയും മിസ് ചെയ്യും. എനിക്ക് നിന്നെ മിസ് ചെയ്യും. ഞാൻ എൻ്റെ പഠിത്തം കഴിഞ്ഞ് ആദ്യത്തെ ഡ്രോയിങ് നിങ്ങളെയാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനെനിക്ക് പെർമിഷൻ തരുമോ? തീർച്ചയായും, നീ വരയ്ക്കി, ഞാനൊന്നും പറയില്ല. ഹേയ് മേ, നിന്നെ വിളിക്കുന്നു. ശരി ചേച്ചി, ഞാൻ പോവാണ്. നോക്കി പോയിട്ട് വാമേ. അതേസമയം വാറിന് പോയ വാൾക്കരീസ് തിരിച്ചു വരുന്നതും, മാസ്റ്റർ, ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നു. ഇത് കേട്ട ചേച്ചി, വായോ വായോ. അതെ, എനിക്ക് സ്വന്തം നാട്ടിൽ എത്തിയതിൽ വളരെ സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വിവരം ലഭിച്ചു മാസ്റ്റർ അക്കാഡമിയിലേക്ക് പോവാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാനും വന്നോട്ടെ? ഇല്ല ലൂസിയ, നീ ഈ രാജ്യത്ത് സംരക്ഷിക്കണം. നിനക്ക് എപ്പോഴെങ്കിലും എന്നെ കാണണമെന്ന് തോന്നിയാൽ അപ്പോ വായോ. തീർച്ചയായും. അതേസമയം എന്താടാ ഒരുമാതിരിക്കുന്നത്? ലെസ്റ്റർ, ഇത് നിങ്ങളാണോ? എന്താടാ എപ്പോഴും തോറ്റുകൊണ്ടിരിക്കുന്നത്? തോൽവികളെ എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞങ്ങളുടെ കഴിവനുസരിച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ തിരിച്ചു ഉയർത്തെഴുന്നേൽക്കുന്നത് നിങ്ങളുടെ മണ്ടത്തരാണ് വൈകിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു വോയിസ് പറയുന്നത്. ഇല്ല, എന്നോട് ക്ഷമിക്കണം. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ജോലി നോക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ തിരിച്ചൊരുന്നതിന് വേണ്ടി എല്ലാം ശരിയാകുന്നുണ്ട്. ഡീമൻ ലോർഡ്, ഇതൊന്നും പോരാ. നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടിരട്ടി വേഗത്തിലാക്കി. എന്നാലേ എന്നെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കൂ. തീർച്ചയായും മൈ ലോർഡ്. ഡീമൻ ലോർഡ് നീറർ വാഴട്ടെ. ഗ്രേറ്റ് ഡീമൻ ലോർഡ് തിരിച്ചു കൂടുതൽ പവർ ആവശ്യമായി വരും. അതിന് ഒരേ ഒരു വഴിയുള്ളൂ, ബാർബഡോസ് മാജിക് അക്കാഡമിയോ? എന്തെന്നാൽ അവിടെ രാജാവിന്റെ മകൾ മുതൽ പ്രഭുക്കന്മാരുടെ കുട്ടികൾ വരെ ഉണ്ടാവും. അവരുടെയൊക്കെ ജീവനെടുത്താൽ വീണ്ടും ഡീമൺ ലോണിനെ തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ അത് തീർച്ചയായും ചെയ്യണം, എല്ലാം ഡീമൺ ലോണിന് വേണ്ടി. ഇതേ സമയം ബാർബഡോസ് മാജിക് അക്കാഡമിയിൽ ഇവളെന്തോ ആലോചിച്ചിരിക്കുന്നത്. നിങ്ങൾ സെയിച്ചിനെ അറിയൂ? സെയിച്ചി അവനെയും ചേർത്താണല്ലോ എവിടേക്ക് സമയം ചെയ്തത്. എന്നാൽ നമ്മുടെ സ്കൂളിൽ നിറയെ കുട്ടികളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവനെ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതി. ശരി, നീ എന്തിനാ അവനെ അന്വേഷിക്കുന്നത്? അത് അവൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ അവനാരും ഫ്രണ്ട്സ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അവനെ സഹായിക്കണമെന്ന് കരുതുന്നത്. ചേച്ചിയെ കണ്ടാൽ എറിൻ അവനെ അന്വേഷിച്ചിരുന്നു എന്ന് പറയണം. ശരി, ഞാൻ പോവാണ്. നിക്ക്. അങ്ങനെ ഇവൾ ചേച്ചിയെ ആലോചിച്ചിരിക്കുന്നതും മറ്റൊരു സ്ഥലത്ത്. എല്ലാവർക്കും നന്ദി. നിങ്ങൾ എല്ലാവരും എന്നെ നന്നായി നോക്കിയിട്ടുണ്ട്. ചേച്ചി നോക്കി പോകണം. മാസ്റ്റർ, നിങ്ങളെപ്പോഴും മാസ്റ്ററിനെ കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. ടീച്ചർ, ഓ എനിക്കറിയാം ചേച്ചി, നീ അതിൽ വല്ലവനായിരിക്കുമെന്ന്. സെയിജി, നിനക്ക് എന്ത് പ്രശ്നം വന്നാലും തളരരുത്, പൊരുതണം. സെയിജി, നീ എപ്പോ വേണമെങ്കിലും എന്റെ കടയിലേക്ക് വരാം. സെയിജി, നോക്കി പോകണം. നീ തിരിച്ചൊരുന്നു നോക്കി ഞാൻ വെയിറ്റ് ചെയ്യും. എല്ലാവർക്കും നന്ദി, ഞാൻ പോയിട്ട് വരാം. ഞാൻ ഈ ലോകത്തിൽ വന്നതിന് ശേഷം കണ്ട ആദ്യ നഗരം. ഈ നഗരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതുപോലൊരു മറ്റൊരു നഗരവും ഇനി ഉണ്ടാവാനും പോകുന്നില്ല. ഇവിടെയുള്ളവരെല്ലാവരും നല്ലവരാണ്, എന്നാൽ കുറച്ച് വേർഡാണ്. എന്നാലും എല്ലാവർക്കും നന്ദിയുണ്ട്. നീ ലേറ്റ് ആയിട്ടാണ് പറയുന്നത്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അഭയം നൽകിയ നഗരമാണ് വളർന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ തിരിച്ചു വരും. തീർച്ചയായും തിരിച്ചു വരുമ്പോഴേക്കും എനിക്ക് നിറയെ എക്സ്പീരിയൻസ് ലഭിച്ചിരിക്കും. എനിക്കറിയില്ല എന്ത് തരം സ്കൂൾ ലൈഫാണ് കാത്തിരിക്കുന്നതെന്ന്. എന്നാൽ നമ്മൾ ഒരുമിച്ചുള്ള കാലത്തോളം നമ്മൾ എന്തിനേയും നേരിടും എന്ന് പറഞ്ഞ് തീർന്നില്ല. ആരടാ നീ വണ്ടിയുടെ മുകളിൽ? എന്ത്, എന്നെ അറിയില്ലെന്നോ? ശരി, ഞാൻ തന്നെ പറയാം. ഞാനാണ് ഹീറോ ഓഫ് ജസ്റ്റിസ്. മറക്കരുത്. ഇതേതവൻ അരപ്പിരിയാണെന്ന് തോന്നുന്നു. നീ എൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നെനിക്കറിയില്ല എന്നും കാണിച്ചുകൊണ്ട് ഫ്രൂട്ട്സ് ഓഫ് എവല്യൂഷൻ സീസൺ 1 ഇവിടെ കഴിയുന്നു. മറ്റൊരു അനിമയെ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.